ഹായ് കൂട്ടുകാരെ, പാവപ്പെട്ട ബാലനെ മെത്രാനും കർദിനാലും വിശുദ്ധമാക്കിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പീറ്റർ ഡാമിയനാണ് ആ ബാലൻ. പീറ്റർ ഡാമിയൻ ജനിച്ച് അധികം കഴിയും മുമ്പേ പിതാവും മാതാവും നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ സഹോദരനൊരാൾ അദ്ദേഹത്തെ സംരക്ഷിച്ചു. വളർത്താനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും വളരെ പരുഷമായാണ് ബാലനോട് പെരുമാറിയിരുന്നത്. കഠിനമായി ജോലി ചെയ്യിച്ചും മോശമായ ഭക്ഷണം നൽകുകയും ആവശ്യത്തിന് വസ്ത്രം നൽകാതെയും കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. വളരെ വിലപ്പെട്ട ഒരു വെള്ളി ലോക്കക്കട്ടി ഒരു ദിവസം അദ്ദേഹത്തിന് ലഭിക്കാനിടയായി. അതിൻ്റെ ഉടമസ്ഥൻ ആരെന്ന് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് പ്രസ്തുത സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹിതരിൽ ഒരാൾ പറഞ്ഞു. പക്ഷേ തൻ്റെ യഥാർത്ഥ ആവശ്യം എന്നത് കണ്ടെത്തുകയായിരുന്നു വലിയ പ്രശ്നം. കാരണം പല കാര്യങ്ങളും അദ്ദേഹത്തിന് വളരെ അത്യാവശ്യമായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ആദ്യം ചെയ്യാനുള്ള ആശയം ഉദിച്ചു. അത് മരിച്ച ആത്മാക്കൾക്കായി, പ്രത്യേകിച്ചും തൻ്റെ മാതാപിതാക്കൾക്കായി കുർബാന ചൊല്ലിക്കുക എന്നതായിരുന്നു. വളരെ പ്രയാസപ്പെട്ടെങ്കിലും അദ്ദേഹം ആഗ്രഹം നിറവേറ്റി. ആത്മാക്കൾ അദ്ദേഹത്തിൻ്റെ ത്യാഗത്തിന് പ്രതിഫലം നൽകി. അന്ന് മുതൽ അദ്ദേഹത്തിന് നല്ല നാളുകൾ ആരംഭിച്ചു. പീറ്റർ താമസിക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ എത്തി. സഹോദരന്റെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സലിഞ്ഞ് പീറ്ററിനെ തൻ്റെ കൂടെ താമസിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായി. ആ സഹോദരൻ പീറ്ററിന് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും നൽകി സ്വന്തം മകനെ പോലെ സംരക്ഷിച്ചു. അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം പീറ്ററിന് ലഭിച്ചു തുടങ്ങി. പീറ്ററിൻ്റെ അസാധാരണമായ കഴിവുകൾ എല്ലാവർക്കും ബോധ്യമായി. സെമിനാരി പഠനത്തിനു ശേഷം വൈദിക പട്ടം പീറ്ററിന് നൽകപ്പെട്ടു. അധികം വൈകാതെ തന്നെ മെത്രാനായും തുടർന്ന് കർദിനാലായും ഉയർത്തപ്പെട്ടു. അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയുടെ തെളിവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മരണശേഷം വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെടുകയും സഭാപണ്ഡിതൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. അത്ഭുതങ്ങൾക്കെല്ലാം കാരണമായത് അദ്ദേഹം ചെയ്ത ഒരു നല്ല പ്രവൃത്തി ആത്മാക്കൾക്കായുള്ള കുർബാനയായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരി, നമുക്കും ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാം. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവർ സ്വർഗത്തിലെത്തുകയും നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ.